ചാനലിലോട്ട് സ്വാഗതം. ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കോഴിക്കോട് ടു മൂകാംബിക വരെ ജസ്റ്റ് ഒരു ട്രാവൽ ബ്ലോഗ്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ അരിയെഴുത്തായിരുന്നു, അതിന് വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ നൈറ്റായിരുന്നു ഞങ്ങൾ പ്രിഫർ ചെയ്തിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് പോകാൻ പറ്റും. ഡേ പോകുമ്പോൾ ഭയങ്കര റഷായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കി പോയപ്പോൾ മാഹിയിലെത്തിയപ്പോൾ മാഹിയിൽ നല്ല വില കുറവായിരുന്നു കേട്ടോ, പെട്രോളും ഡീസലിനൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ മേടിച്ച് ഞങ്ങൾ നേരെ വിട്ടു. നമ്മൾ പോകുമ്പം തന്നെ നമുക്കറിയാലോ, കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ മാഹി, കണ്ണൂർ, അങ്ങനെ ഓരോ സ്ഥലം ടച്ച് ചെയ്ത് കാസർഗോഡ് നേരെയാണ് മൂകാംബികയ്ക്ക് പോകുന്നത്. കുഴപ്പമില്ലായിരുന്നു, നല്ല യാത്രയായിരുന്നു. പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അതിനിടയ്ക്കൊന്ന് കണ്ണൂർ എത്തിയപ്പോൾ ഞങ്ങളൊന്ന് ഒരു ചായ കുടിക്കാനായിട്ട് ജസ്റ്റ് നിർത്തിയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ല ചായ ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാം ടോൾ ബൂത്തുകളുണ്ടല്ലോ. നമ്മൾ ടോൾ ബൂത്തിൽ ടോൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ ടോൾ ബൂത്തിൽ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ആ പ്രദേശത്ത് അത്രയും നല്ല റോഡും കാര്യങ്ങളും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോൾ ബൂത്തിൽ അത് കൊടുക്കുന്നത്. പക്ഷേ ചില ഏരിയസിലൊന്നും ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളില്ല നമ്മുടെ കേരളത്തിൽ കേട്ടോ. കണ്ണൂർ ടു കോഴിക്കോട്, കണ്ണൂർ ടു കാസർഗോഡ് വരെ എൻഡിങ്. ആ സ്ഥലത്തൊന്നും ഒരുവിധ സ്ഥലത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റുകളേ ഇല്ല. ഞങ്ങൾ കാസർഗോഡ് എത്തിയപ്പോൾ ചായ കുടിക്കാൻ നിർത്തി. കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നല്ല ചായ ആയിരുന്നു കേട്ടോ, കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, കണ്ണൂർ എത്തിയപ്പോൾ ഒരു ചായക്ക് 13 രൂപയാണെങ്കിൽ കാസർഗോഡ് എത്തിയപ്പോൾ അത് 12 രൂപ. അതിന് ഡിഫറൻസ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നതോറും ഇതിൻ്റെ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിലെല്ലാം നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. നല്ല ചായ ആയിരുന്നു, അത് കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയി. കാസർഗോഡ് ഭാഗത്ത് ചില ടോൾ ബൂത്തുകളിൽ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ടോൾ ബൂത്തിൽ തന്നെ നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് ഫ്രഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കോഫി, ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്പീഡ് ബ്രേക്കർ അടിക്കുന്ന സംഭവമുണ്ട്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് ഹൈവേയിലായതുകൊണ്ട് സ്പീഡ് ബ്രേക്കർ വരാറുണ്ട്. അത് നോക്കി കണ്ടറിഞ്ഞൊക്കെ എല്ലാവരും വണ്ടി ഓടിക്കണം, ഇല്ലെങ്കിൽ നേരെ പോയിട്ട് ചാമ്പി കൊടുക്കും. സ്പീഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനായിട്ടും കാര്യങ്ങളൊക്കെ വരും. അതിന് നല്ല നോക്കി അടിക്കുക. പറയണ്ട, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഹൈവേയിൽ ചില സ്ഥലത്ത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും റോഡുകൾ നമ്മൾ നൈറ്റ് സഞ്ചരിക്കുമ്പോൾ, ഒരുപാട് നൈറ്റ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്കത് കുറച്ച് അറിയാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഓൺ റോഡ് പോകുന്നതിനെ കൊണ്ട് ഒരുപാട് സ്ഥലത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റുകളേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. കാരണം ഈ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ മാത്രം ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നുള്ളൂ. അങ്ങനെ രാത്രി ഇവിടുന്ന് പുറപ്പെട്ടു. 780 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഇവിടുന്ന് മൂകാംബിക എത്തുന്നത് വരെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പറഞ്ഞല്ലോ, ഫുൾ ടാങ്ക് മാഹി നേരെ അടിച്ചത്. കാരണം ഇവിടെ 106 രൂപ 7 രൂപയാണ് ഉണ്ടായിരുന്നു പെട്രോൾ ഉണ്ടായിരുന്നത്. പക്ഷേ നേരെ അവിടെ എത്തിയപ്പോൾ 94 രൂപയ്ക്ക് കിട്ടി. ഒരു 10-11 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചത്. അപ്പോൾ കണ്ണൂർ വഴിക്ക് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച് വരാൻ ശ്രമിക്കുക മാഹി പോയിട്ട്. കാരണം അത്രയും പൈസ കുറഞ്ഞ് കിട്ടുമല്ലോ നിങ്ങൾക്ക് നാട്ടിൽ തന്നെയേക്കാളും. പിന്നെ അവിടുത്തെ ടോൾ ബൂത്തും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് അടിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഫസ്റ്റ് ട്രാക്ക് അങ്ങോട്ട് പോകുമ്പോൾ അടിക്കുന്ന ഒരു പൈസ മാത്രമേ അടിക്കുകയുള്ളൂ നമുക്ക്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഞങ്ങളവിടെ എത്തി, ബോർഡർ കഴിഞ്ഞു. പിന്നെ വാഷ്റൂമിലൊന്നും, പക്ഷേ നല്ല വൃത്തിയുള്ളതായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടതിന് ശേഷമുള്ള എല്ലാ പമ്പുകളിലും ബാത്റൂമുകളിലും നല്ല വൃത്തിയുള്ളതായിരുന്നു. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയി. പിന്നെ ഞങ്ങൾക്ക് അപ്പോഴേക്കും നേരെ വെളുത്തു. പിന്നെ ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നത്, അതായത് നമ്മുടെ മൂകാംബികയ്ക്ക് കിടക്കുന്നതിൻ്റെ തൊട്ട് ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയിരുന്നത്. പക്ഷെ അവിടെ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോൾ തന്നെ അവിടുന്ന് തന്നെ കർണാടക ആ സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് ഫുഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നല്ല എക്സ്പെൻസ് ആയിരിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ. ഒരു ചായക്ക് 25 രൂപയാണ് അവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സാധനത്തിനും ഒന്നിന് 25 രൂപ എന്നുള്ള തോതിലായിരുന്നു കഴിച്ചത്. 3 ചായ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് 75 രൂപയുടെ അടുത്ത് പോകും. അപ്പോൾ ഞങ്ങൾ കഴിച്ചത് വടയും ഇഡലിയായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്ന ഫുഡിൻ്റെ. വേണ്ട,
ഇഡലി ഇത് മൂന്നും കൂടെ 75 രൂപ. ഒന്നിന് 25 രൂപ, ഒരു വടയ്ക്ക് 25 രൂപ എന്നുള്ള നിരക്കിലായിരുന്നു അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവന് അരിയിൽ എഴുതിക്കാനാണ് പോയിക്കൊണ്ടിരുന്നത്. അവനെ കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്തു. അവിടുന്ന് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ടായിരുന്നു. കാരണം അവിടുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ അത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളതിനെ കൊണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് വിട്ടു. നല്ല സ്ഥലമായിരുന്നു കേട്ടോ കാണാനും. ഒരുപാട് നിറയെ മയിലുകളും കാട്ടിലാണെങ്കിലും നമുക്ക് നല്ല വലിയ തോതിൽ രാവിലെ ആണെങ്കിൽ പോലും നേരെ വെളുത്തപ്പോഴെത്തിയതാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ളതായിരുന്നു. നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ റൂം എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എല്ലാ സ്ഥലത്തും ചോദിച്ചിട്ട് റൂം എടുക്കാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പല റേറ്റുകളാണ് റൂമിന് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആവശ്യമായതുകൊണ്ട് തന്നെ ആ ഒരു റൂമിന് നല്ല റെൻ്റായിരിക്കും. അപ്പം ചോദിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്നത് എടുക്കുക. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ റൂം എടുത്തു. നല്ലതായിരുന്നു. സ്വയംഭൂ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അരിയിൽ എഴുതിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇവിടുത്തെ മേൽശാന്തിനെ വിളിച്ച് ഇവിടെ കർമ്മം ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എഴുതിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ശരിക്കും ടോക്കൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ പോകുന്നവർ ടോക്കൺ എടുക്കണം. ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ടോക്കൻ്റെ ആവശ്യമൊന്നും വരാതിരുന്നത്. ഞങ്ങളങ്ങനെ അതെടുത്തു. എഴുതിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പുറത്തിറങ്ങി ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ 100 രൂപ കേട്ടോ ചോറിന് വരുന്നത്. അവിടെ മീൽസിനൊക്കെ വരുന്നത് 100 രൂപയാണ്. പിന്നെ നമുക്ക് അവിടെ അകത്ത് വരുന്നത് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു കേട്ടോ. അതായത് മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. നല്ല അഫോർഡബിൾ പ്രൈസായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. നല്ല സർവീസായിരുന്നു അവരത്. അതുകൊണ്ട് തന്നെ ഈ നെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ജസ്റ്റ് കോഴിക്കോട് ടു മൂകാംബിക വരെ പോയതായിരുന്നു. അതിട്ടു. ബാക്കി ഞാൻ അവിടുന്ന് കുടജാദ്രി ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.